കോഫി വിത്ത് അരുൺകുമാർ. ഇപ്പൊ ഇതാണോല്ലോ ട്രെൻഡ്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഒരുത്തം പറഞ്ഞൊരു കഥ ഉണ്ട്. ബാർബർ ഷോപ്പിന്റെ പേര് വിത്ത് കോഫി കട്ടി. ഇത് കാപ്പിക്കടയാണെന്ന് കരുതി കയറി ചേർന്ന അരുൺകുമാർ എന്തുണ്ട് കഴിക്കാൻ? അപ്പൊ ബാർബർ ഷോപ്പിലാള് കട്ടിങ്ങും ഷേപ്പിങ്ങും. അപ്പൊ അരുൺകുമാർ എന്നാ രണ്ടൊരു പ്ലേറ്റ് പോന്നോട്ടെ എന്ന് പറഞ്ഞ മാതിരിക്കാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി. കാപ്പിക്കട ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞില്ലേ? 400 കോടി രൂപ ആസ്തിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തെയാണ് ചിലർ കാപ്പിക്കട എന്ന് വിശേഷിപ്പിച്ചത്. ഇതിന്റെ പിന്നിലുള്ള 2 ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ ഞാൻ അമ്പരന്നു പോയി. അത്രയധികം ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. കരുവാരക്കുണ്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച 2 സഹോദരങ്ങളാണ്. 400 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 20 രാജ്യങ്ങളിലെ പ്രോജക്റ്റാണ്. ഒരു മനോഹരമായ ഒരു പേര് വരുന്നുണ്ട്, ബൈ മീ എ കോഫി. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന്. ചിലതല്ല, ഇതൊക്കെ ഏതിന്റെ ഭാഗമാണുള്ളത് അത് നിങ്ങൾ കണ്ടോളി. അതായത് CPM എടുത്തൊരു നിലപാടുണ്ട്. ഇപ്പോ എന്തിനും എതിർക്കുക, VD സതീശന്റെ ഇമേജ് എങ്ങനെയെങ്കിലും തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഈ പറഞ്ഞ അനിൽകുമാറും കാര്യങ്ങളൊക്കെ. ഇതൊന്ന് കേട്ടോ. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പ് പരാജയത്തിലുള്ള കനത്ത നാണക്കേട് മറയ്ക്കാൻ അസാധാരണ നീക്കവുമായി CPM. RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, UDF സർക്കാരിന് ശ്വസിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ തുടക്കം മുതൽ കടന്നാക്രമിക്കാനാണ് CPM നിർദ്ദേശം. എന്താ നോക്കണ്ട, ഫുള്ള് എതിർക്കന്നെ. നാടിനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങൾ വന്നതോടെ CPM നിർദ്ദേശം നേതാക്കൾ നടപ്പാക്കി തുടങ്ങി. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ കറക്റ്റ്. UDF സർക്കാരിനുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും തുടക്കം മുതലേ മുതിർന്ന നേതാക്കൾ തുറന്നു കാട്ടണമെന്നാണ് പാർട്ടി നിർദ്ദേശം. ഏതെങ്കിലും രീതിയിൽ പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിലെ ജനം VD സതീശൻ സാറിനെ വിജയിപ്പിച്ചതേ ആകെ 1-2 മാസത്തിനല്ല, 5 കൊല്ലത്തിനാണ്. മനസ്സിലായ നിങ്ങൾക്ക്? 5 കൊല്ലത്തിനാണ് പിന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങക്ക് ഈ രീതിയിലുള്ള പൊട്ടല് നല്ലോണ്ടാവും. കാരണം എന്താ, ഇങ്ങക്ക് ഇനി തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത വിധാണ് ഈ തവണ UDFന്റെ അസാധാരണ വിജയം. VD സതീശൻ സാർ എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിലാണ് വന്നത്. 100+. ഒരു ഡസൻ മന്ത്രിമാരെ തോൽക്കുന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളത് ഏത് രീതിയിലാണ് തള്ളിക്കളഞ്ഞതെന്നും. ഇവിടെ കോഫി വിത്ത് അരുൺകുമാർ ഉണ്ടല്ലോ, ഓലൊരു മൊയലാളി ഉണ്ടല്ലോ, ആന്റപ്പനൊക്കെ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് തള്ളിക്കൂട്ടിയത് നമ്മൾ കേട്ടതല്ലേ. ഇപ്പൊ ഈ വണ്ട് അറിയില്ലേ, പാവനായി ശവമായി അറിയില്ലേ, അതന്നെ. പിന്നെ ഈ സന്ദേശം സിനിമ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച എല്ലാ കാലത്തും നിങ്ങൾക്ക് എങ്ങനെയാണോ കൊള്ളുന്നുണ്ട് അങ്ങനെ കൊള്ളേണ്ട ഒരു സിനിമയാണല്ലോ ഏറെക്കുറെ ഈ പറഞ്ഞ രീതിയിൽ. ഇപ്പൊ ക്യാമ്പുകളിൽ പുതിയതിറങ്ങിയതാണ്. ക്യാമ്പുകളില് സർക്കാർ ഒന്നും നോക്കൂല എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കള്ളക്കഥ ഉണ്ടാക്കിക്കാണ്ട് മുൻ സർക്കാർ പിണറായി ചെങ്ങന്മാരെ പിണറായി വിജയൻ ഒന്നും ചെയ്യാത്തോണ്ട് ആളുകളെ ഇത്ര ദ്രോഹിച്ചുകൊണ്ടാണ് പിണറായി വിജയന് വരെ 6 റൗണ്ട് വരെ പുറത്ത് നിൽക്കേണ്ടതെന്ന്. തോറ്റു പറയാണ്ട് നിൽക്കല്ലേനോ, അതുവരെ നിൽക്കണേ പിണറായി വിജയനെ വരെ ആൾക്കാര്. അതുകൊണ്ട് തന്നെയാണ് ഒന്നും മനസ്സിലാക്കിക്കോടി. നിങ്ങൾ കരുതിയോടത്തല്ല ഈ UDFും പ്രത്യേകിച്ച് VD സതീശൻ സാറും പിടിക്കാൻ കിട്ടൂല മക്കളെ. അപ്പൊ ഇങ്ങനെ ഏറെക്കുറെ അടുത്ത കള്ളക്കഥ